ഇപ്പോഴും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനങ്ങളോട് എത്രമാത്രം കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെന്നുള്ളത് ഉറപ്പുള്ള കാര്യമില്ല. കാരണം അവിടെ എക്കണോമിക് സിറ്റുവേഷൻ നമുക്കറിയാം. ഇൻഫ്ലേഷൻ 43% നിൽക്കുന്നു, എക്കോണമി ആകെ തകർന്നു നിൽക്കുന്നു, ഏകദേശം 33% ജനങ്ങൾ പോവർട്ടി ലൈനിൻ്റെ താഴെ നിൽക്കുന്നു, അവരുടെ കറൻസി കൂപ്പുകുത്തി ഒന്നുമില്ലാതെ ഏകദേശം എനിക്ക് തോന്നുന്നു $1 കിട്ടുന്ന 42,000 ഇറാനിയൻ റിയാൽ കൊടുക്കേണ്ട അവസ്ഥ. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നിൽക്കുന്ന ഒരു രാജ്യം പിന്നീട് ചിന്തിക്കുന്നത് എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചിറങ്ങാം എന്ന് ചിന്തിച്ചാൽ അവർ NPTയിൽ നിന്നും മാറാൻ, വിഡ്രോ ചെയ്യാൻ ഒരുപക്ഷെ നോർത്ത് കൊറിയ പോലെ ശ്രമിക്കും. ആ ചെയ്യാനുള്ള ധൈര്യം അവർക്ക് കിട്ടുന്നത് റഷ്യയുടെയും ചൈനയുടെയും സപ്പോർട്ട്. കാരണം അവർക്കറിയാം നോർത്ത് കൊറിയ ഇപ്പോൾ വിഡ്രോ ആയിട്ട് 22 വർഷമായി. അവരോട് അണുബോംബ് നിർമ്മിക്കാൻ ശ്രമിക്കുന്നു, അവരതുകൊണ്ട് തന്നെ ആരും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ഒപ്പം തന്നെ റഷ്യയും ചൈനയും പല രീതിയിൽ അവരെ സഹായിക്കുന്നു, ഇറാനെ ഇപ്പോൾ സഹായിക്കുന്നുമില്ല. അപ്പോൾ ഇറാൻ ഒരു പക്ഷേ അങ്ങനെ ചിന്തിച്ചേക്കാം, NPTയിൽ നിന്ന് മാറി നിന്നാൽ ധൈര്യപൂർവ്വം ആരെയും പേടിക്കാതെ യുറേനിയം എൻറിച്ച്മെൻറ്റ് നടത്തി ന്യൂക്ലിയർ ബോംബുകൾ നിർമ്മിച്ച് ഒരു പക്ഷേ തിരിച്ചു കയറാനുള്ള അവസരമുണ്ട്. NPTയിലോട്ട് തിരിച്ചു കയറാം, പക്ഷേ അതിന് ഒത്തിരി കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇറാൻ ഒരു പക്ഷേ ശ്രമിക്കാൻ പോകുന്ന ഒരു പോസിബിലിറ്റി ഈ NPTയിൽ നിന്ന് ചാടാൻ ആയിരിക്കാം, റഷ്യയും ചൈനയും പിൻബലം കൊടുത്താൽ. പിന്നെയുള്ളൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെമോക്രസി ആയിട്ട് മാറുക, അതിനൊരു റെജീം ചേഞ്ച് വരണമായിരുന്നു. പക്ഷേ അത് പോസിബിൾ ആയിട്ടില്ല അമേരിക്കയ്ക്കും ഇസ്രായേലും. പക്ഷേ അത് പോസിബിൾ ആയിക്കഴിഞ്ഞാലാണ് ഇറാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പകുതിയുള്ളൂ ഇറാൻ, പക്ഷേ ഇന്ത്യയെക്കാളും റിസോഴ്സ് റിച്ചാണ് ഇറാൻ. അങ്ങനൊരു രാജ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഡെമോക്രസി ആയിക്കഴിഞ്ഞാൽ ബെനിഫിറ്റ്സേ ഉള്ളൂ. ശരിക്കും നാച്ചുറൽ റിസോഴ്സസിൻ്റെ ലിസ്റ്റ് എടുത്താൽ ഏറ്റവും റിസോഴ്സ് റിച്ച് രാജ്യങ്ങളിൽ റഷ്യയും അമേരിക്കയും ചൈനയും കാനഡയും കഴിഞ്ഞാൽ ഇതൊക്കെ വലിയ രാജ്യങ്ങളാണ്. കഴിഞ്ഞാൽ ഇന്ത്യയെക്കാളും ചെറിയ രാജ്യമായ ഇറാനാണ് 5ാം സ്ഥാനത്ത്. ഏകദേശം 20ഓളം ടൂറിസ്റ്റ് സൈറ്റുകൾ, യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റുകളുള്ള രാജ്യമാണ്. ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. അവിടെ ഡെമോക്രസി ആയിക്കഴിഞ്ഞാൽ ജനങ്ങൾ രക്ഷപ്പെടും, മിഡിൽ ഈസ്റ്റിൽ പീസ് ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പം നിലവിൽ ഞാൻ കാണുന്ന 2 പോസിബിലിറ്റിയിൽ ഏറ്റവും സാധ്യതയുള്ള പോസിബിലിറ്റി, ഒന്നെങ്കിൽ പഴയതുപോലെ തന്നെ ഇറാൻ മുന്നോട്ട് പോകുന്നു, ഇതൊന്നും സംഭവിക്കാത്ത പോലെ പ്രോക്സികളെ വെച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെ യുദ്ധം നടത്തുന്നു, ഇസ്രായേലിനെതിരെ പോരാടുന്നു, അമേരിക്ക പറയുന്നത് കേൾക്കാതിരിക്കുന്നു, പതുക്കെ രഹസ്യമായിട്ട് യുറേനിയം എൻറിച്ച് ചെയ്തുകൊണ്ട് പോകുന്നു. അല്ലെങ്കിൽ NPTയിൽ നിന്ന് ചാടി നിങ്ങൾ സാങ്ഷൻസ് വെച്ചു, ഞങ്ങൾ ജീവിച്ചോളാം, ആരും മുമ്പും സഹായിച്ചിട്ടില്ല, ഇനിയും ആരും സഹായിക്കാൻ പോകുന്നില്ല, റഷ്യയും ചൈനയും സഹായത്തിന് വരും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിൽ അവർ അങ്ങനെ ചെയ്യാം. മൂന്നാമത്തെ ഏറ്റവും അകന്ന ഏറ്റവും ഡിസ്റ്റൻറ്റ് പോസിബിലിറ്റിയാണ് അമേരിക്കയുമായിട്ടൊരു ചർച്ചയ്ക്ക് തയ്യാറായി ഈ എൻറിച്ച്മെൻറ്റ് വേണ്ടെന്ന് വെക്കുക. കാരണം ഇവർ 1981 ഇസ്രായേൽ ഒരു ഓപ്പറേഷൻ ഇറാഖിന് മേൽ നടത്തിയിരുന്നു. ഇതേപോലെ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റി എല്ലാം തകർത്ത് കളഞ്ഞത് ഇറാൻ കണ്ടതാണ്. അന്ന് കണ്ട് ഇറാൻ ഭയന്നു. അന്ന് തന്നെ അവർ തീരുമാനിച്ചു ഒരിക്കലും ഇത് മുന്നോട്ട് പറയത്തില്ല എന്നുള്ളത് തീരുമാനിച്ചു. പക്ഷേ പലതവണ 2000 അവർ നെയ്താൻസിൽ തുടങ്ങി, 2003 ഇൻ്റലിജൻസ് കണ്ടുപിടിച്ചു, 2000 തന്നെ ഫോഡോയിൽ അണ്ടർഗ്രൗണ്ടിൽ തുടങ്ങി, 2009 അമേരിക്കൻ ഇൻ്റലിജൻസ് കണ്ടുപിടിച്ചു. അതുകൊണ്ട് ഇവർ ഇത്രയും വർഷം കൊണ്ട് കഷ്ടപ്പെട്ട് 60% ആക്കിയതാണ്. ഒരിക്കലും അവർ ഈ പഠിക്കൽ കൊണ്ട് കലമടയ്ക്കാൻ നിൽക്കില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.